M.Com പഠിച്ചോണ്ട് ചോദിക്കുക, പിന്നെ ജോലിക്ക് വല്ലതും പോയോ? ഇപ്പൊ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനാണ്. ഓ അത് ശരി, അതെനിക്കറിയില്ലായിരുന്നു. അതാണ്. കേന്ദ്ര സർക്കാർ സർവീസിൽ എവിടെയാ ജോലി? ലക്ഷദ്വീപിലാണോ? സ്കൂളിലെ ലൈബ്രറിയനാണ്. എവിടെയാ? കവരത്തി ഹൈസ്കൂൾ. കവരത്തി ഹൈസ്കൂളിൽ അവിടുത്തെ ലൈബ്രറിയനാണ്. ലൈബ്രറിയനാണ്. അതെനിക്കറിയില്ലായിരുന്നു. 10 വർഷമായി. ഓക്കെ, എത്ര വർഷമായി? 10 വർഷമായി. 10 കൊല്ലമായി. അപ്പൊ ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ്. അപ്പൊ ഈ മോട്ടിവേഷണൽ പ്രസംഗമൊക്കെ ഉണ്ടല്ലോ. മോട്ടിവേഷൻ പ്രസംഗമൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ഫീൽഡിൽ ഞാൻ ഇപ്പൊ പറയുന്നത്, എന്നെ ഇവിടെയൊക്കെ നിർത്തിയതിൽ ഞാൻ ഈ സമൂഹത്തോടും ലക്ഷദ്വീപ് രാജ്യത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരോടും അവരുടെ രക്ഷിതാക്കളോടും പറയുന്നത്, ഞാൻ മോട്ടിവേഷന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിലൂടെ കണ്ട് അവർ പഠിക്കട്ടെ. അവരിൽ പലരും വിചാരിക്കുന്നത് അവരങ്ങനായി ഇവരിങ്ങനായി. ദൈവം എന്തിനും അവർക്ക് ഇങ്ങനെ കൊടുത്തു? ഇത്രയും ആളുകൾ, ഇത്രയും കോടി ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു പാരൻസിന് അല്ലെങ്കിൽ ഒരു ഉപ്പക്കും ഉമ്മക്കും ഇങ്ങനെ ഒരു മകനെയും മകളെയും എന്തിനു കൊടുത്തു? അത് അഭിമാനിക്കുന്നതാണ്. അവർക്ക് അതിന് ഫിറ്റു, അവരാണ് അതിൽ കഴിവുള്ളവരെന്ന് ദൈവം കണ്ടെത്തിയതാണ്. അതാണ് എൻ്റെ കണ്ടെത്തൽ. അത് ഞാൻ തന്നെ മാതൃകയാണ്. എൻ്റെ രക്ഷിതാക്കളെല്ലാം നല്ല സ്മാർട്ട് ആളുകളുടെ. എന്നിലൂടെ എൻ്റെ വാപ്പ അറിയപ്പെട്ടു, എൻ്റെ നാടിന് അറിയപ്പെട്ടു. അത് അഭിമാനിക്കുന്ന ഒരു കാര്യം, സന്തോഷമുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ വണ്ടികളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പൊതുവെ ആൾക്കാരുടെ ഒരു സമീപനം എങ്ങനെയാണ്? ഇപ്പോഴും അയ്യോ മനോഭാവം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആ സിമ്പതി ഓപ്ഷന് എതിരാണ് ഞാനിപ്പോൾ. ഇപ്പോൾ ബസ്സിലൊക്കെ എഴുതി വെക്കുന്നില്ലേ, ഇവർക്ക് സീറ്റ് വികലാംഗർക്ക്. ഒന്നും പറയേണ്ട, ഒരു കണ്ണ് കാണാത്ത ഒരാൾ വന്നാൽ സാധാരണക്കാർ എണീറ്റ് നിന്ന് കൊടുത്താൽ പോരെ എന്നാണ് എൻ്റെ. അവർക്ക് സംവരണം ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് താങ്കൾ പറയുന്നത്. സംവരണം ഉണ്ട്, അവർ വന്നാൽ എണീറ്റ് കൊടുക്കുക. എല്ലാവരും അങ്ങനെ എഴുന്നേറ്റ് കൊടുക്കണമെന്നില്ല, അതാണ് പ്രശ്നം. ഇന്ത്യയിൽ മാത്രമേ ഇതുള്ളൂ. മറ്റുള്ളിടത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ കൊടുത്ത സംവരണം എന്നല്ല, എല്ലാവർക്കും അവർക്ക് അർഹത ഉള്ളത് കൊടുക്കുന്നു. കാനഡയിലും ഓസ്ട്രേലിയയിലും ഞാൻ കുറെയൊക്കെ റിസർച്ച്, ചെറിയ റിസർച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒന്നും മനസ്സിലാക്കി എന്തോ അവിടെയൊക്കെ ഈ സർട്ടിഫിക്കറ്റോ അങ്ങനെ ഒന്നും വേണ്ട. എല്ലാം ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ മതി, എണീറ്റ് പോയി പോകും. നമ്മുടെ ആൾക്കാർ അത്ര ആയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ കേരളത്തിൽ എന്നാലും മെച്ചമുണ്ട്. മറ്റ് സംസ്ഥാനക്കാളും മറ്റ് രാജ്യത്ത് കേരളം മാതൃകയാണ്. അതിനും കുറച്ചൊക്കെ മാതൃകയാണ്. സ്കൂളുകളായാലും സ്പെഷ്യൽ സ്കൂളുകളായാലും ഇവരെ കെയർ ചെയ്യുന്ന സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളായാലും അത് കൂടുതലാണ് കേരളത്തിൽ. താങ്കൾ ഒരിക്കൽ പറയുണ്ടായി, താങ്കളുടെ ജീവിതം മാറ്റിമറിച്ചത് ഈ നാടും, അതായത് കേരളവും കേരളത്തിലെ ആളുകളുമാണെന്ന് പറയുന്നു. എന്തുകൊണ്ട്? അതാ ഞാൻ പറഞ്ഞു, എനിക്ക് തന്ന വിദ്യാഭ്യാസം മൊത്തം ഈ കേരളത്തിൽ നിന്നാണ്. വിദ്യാഭ്യാസമാണ് എന്നെ ഇവിടേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഈ നാഷണൽ ഹെലൻ കെല്ലറിലേക്കും ഭിന്നശേഷി സമൂഹത്തിലെ ഒരു സംഘടന ഉണ്ടാക്കാനൊക്കെ പ്രേരിപ്പിച്ചത് കേരളമാണ്. കേരള മോഡലാണ്. അത് ആത്മാർത്ഥമായി എവിടെ നിന്നും പറയും. ഈ കേരളത്തിൽ താങ്കൾ കിട്ടുന്ന പരിഗണനയും സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെ ആദ്യകാലത്തൊന്നും ലക്ഷദ്വീപിൽ കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു താങ്കൾ? ലക്ഷദ്വീപിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. കേരളത്തിൽ ഞാൻ ബസ്സിന്റെ റിസർവേഷൻ കണ്ടിട്ടാണ് ലക്ഷദ്വീപിലെ കപ്പൽ റിസർവേഷൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ കുറെ സ്കൂൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, കേരളത്തിലെ ഇൻക്ലൂസീവ് സെറ്റപ്പ് കണ്ടിട്ടാണ് ദ്വീപിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കി, ചക്കര എന്ന് പറഞ്ഞ്, നമ്മുടെ കോഴിക്കോട് തണലും സംയുക്തമായി. അത് ഇവിടെ നിന്ന് പഠിച്ച് അവരുടെ സപ്പോർട്ടോടുകൂടി ചെയ്തതാണ്. ആദ്യകാലത്തൊക്കെ താങ്കള് ഈ ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ വെക്കേഷനിൽ പോലും ലക്ഷദ്വീപിലൊന്നും അൻഡ്രോത്ത് ദ്വീപിലൊന്നും പോകാറില്ലായിരുന്നു. താങ്കൾ ഇവിടെ തന്നെ അങ്ങ് ചടഞ്ഞു കൂടുകയായിരുന്നു. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ സേഫും സെക്യൂറും സ്നേഹപുരസരമായിട്ടുള്ള ആൾക്കാരും ഒക്കെ ആണെന്ന് മനസ്സിലാക്കി. സുഹൃത്തുക്കളെ വീട്ടിലല്ലേ കഴിഞ്ഞിരുന്നത് കൂടുതലും അല്ലേ? ഹോട്ടലിൽ താങ്കൾക്ക് നിഷിദ്ധമാണ്, ഹോട്ടൽ അങ്ങനെ പോകാറില്ല? അല്ല, ഹോട്ടലിൽ പോകും, കുട്ടികളോട് ഒന്നിച്ച് കമ്പനി അടിച്ച് പോകും. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അല്ലേ? എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സേഫ് ആണ് കേരളം. കാരണം എന്നെ നോക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിവാണ്. എപ്പോഴും ഞാൻ 6 മാസത്തിൽ കൂടുതൽ ഇവിടെയാണ്. എന്റെ നാട്ടിൽ ഫറൂഖിന്റെ ലോക്കൽ ഗാർഡിയൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത്. ഞാൻ അവിടെ വീട്ടിൽ വളർന്ന് അവരിൽ ഒരാളാക്കി അവർ വളർത്തിയതാണ്. കല്യാണം കഴിച്ച ഒരു മോളുണ്ട്. ആണോ? ഓ അത് ശരി. കല്യാണം കഴിച്ച ആരെയാ? ഒരു സ്പെഷ്യൽ ടീച്ചറിനെ. ആണല്ലേ? എവിടെ വെച്ച് കണ്ടുമുട്ടി? അവരൊരു സ്പെഷ്യൽ സ്കൂളിൽ നിന്നാണ്. എവിടെ പഠിക്കായിരുന്നു? ഇവിടെ നമ്മുടെ മട്ടാഞ്ചേരിയിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ രക്ഷ. അവിടെ ഒരു ഒഫീഷ്യൽ വിസിറ്റിന് വേണ്ടി ആ സ്കൂളിലെ പ്രിൻസിപ്പൾ വിളിച്ചപ്പോൾ പോയപ്പോൾ അവിടെ കുറെ ദ്വീപിലെ കുട്ടികൾ പഠിക്കുന്നു. അവരുമായി ഇങ്ങനെ സംസാരിച്ചു, എന്തൊക്കെയുണ്ട്, നിങ്ങൾ ഇത് പഠിച്ചിട്ട് അവിടെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെ ഇത് വെറുതെ ഇങ്ങനെ പഠിച്ചതാണോ, ഇത് കുറച്ചും കൂടി കമ്മിറ്റഡ് ഉള്ള കോഴ്സാണ്. ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അവർ എനിക്കൊരു ടാസ്ക് ആണെന്ന്, സാർ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാമെന്ന്. അവരെല്ലാ ദ്വീപിലും പോയി ദ്വീപിലെ ഭിന്നശേഷി കുട്ടികളെ കുറിച്ച് കണക്കെടുത്തു, പഠനം നടത്തി. അതിൻ്റെ പുറത്താണ് ദ്വീപിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് അതിനുശേഷമാണ് ഒരു ചക്കര എന്ന് പറഞ്ഞ സ്കൂൾ തുടങ്ങിയത്. അതൊക്കെ അവരിലൂടെ വന്നതാണ്. അതൊന്നും ഓർമ്മ. താങ്കൾ തുടങ്ങിയ സ്കൂളാണോ ചക്കര? ചക്കരയുടെ ഫുൾ ഫോം എന്തുവാ? ചക്കര എന്ന് പറഞ്ഞ ദ്വീപിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ്, മധുരമുള്ള സാധനം. അതാണ് ലക്ഷദ്വീപിലെ ഭിന്നശേഷി കുട്ടികളെന്ന് കണ്ടെത്തിയതാണ് ഞാൻ ആ വാക്കിലേക്ക്. സ്കൂളിന്റെ ഫുൾ നെയിം എങ്ങനെയാ? ഇംഗ്ലീഷിൽ എങ്ങനെയാ? ചക്കര സെന്റർ ഫോർ കെയർ ആൻഡ് റിഹാബിലിറ്റേഷൻ. ഓ ശരി, അങ്ങനെയാണ് സ്കൂളിന്റെ പേര് അല്ലേ? അവിടെ ഡിസേബിൾഡ് കുട്ടികളാണോ പഠിക്കുന്നത്? ഭിന്നശേഷി കുട്ടികളെല്ലാം ഭിന്നശേഷി. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 7-8 വർഷമായി. സുഖമായിട്ട് പോകുന്നു? ദാമ്പത്യമൊക്കെ ഒരു ടെൻഷൻ ഇല്ലാതെ പോകുന്നു. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ